നമസ്കാരം. പ്രതിരോധ മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നു. ത്രിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ ഡ്രോൺ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. ഇന്ത്യ-US ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി വിഷയങ്ങളും ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി. അമേരിക്കയിൽ നിന്ന് 31 MQ-9B സ്കൈ ഗാർഡിയൻ, സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം $3 ബില്യൺ ചെലവഴിച്ചാണ് ഈ ഡ്രോണുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുക, നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നത്. 1 വർഷത്തിലധികമായി ഈ കരാറിനായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം US-ൽ നിന്ന് എയർ ടു സർഫേസ് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും MQ-9B സ്കൈ ഗാർഡിയൻ, സീ ഗാർഡിയൻ സായുധ ഡ്രോണുകളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. എല്ലാത്തരം കാലാവസ്ഥയിലൂടെയും 40 മണിക്കൂറിനധികം ഉയരത്തിൽ പറക്കാനും രഹസ്യാന്വേഷണം നടത്താൻ കഴിവുള്ളതുമായ ഡ്രോണുകളാണ് MQ-9B സ്കൈ ഗാർഡിയൻ ആൻഡ് സീ ഗാർഡിയൻ ഡ്രോണുകൾ. 90-ലേറെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ ആകെ പ്രതിരോധ കയറ്റുമതിയുടെ 50% അമേരിക്കയിലേക്കാണ് പോകുന്നത്. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കരാറുകൾ നൽകുമ്പോൾ അതിൽ ഇന്ത്യൻ കമ്പനികൾ നേടുന്നതും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ട്. ബോയിങ്ങും ലോക്ക്ഹീഡ് മാർട്ടിനുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ മുന്നിൽ. ടാറ്റ ഗ്രൂപ്പുമായും ടാറ്റ ബോയിങ് എയർസ്പേസ് ലിമിറ്റഡുമായും ബോയിങ് സഹകരിക്കുന്നുണ്ട്. ബോയിങ്ങിന്റെ AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് വേണ്ട എയറോ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നത് ഹൈദരാബാദിലാണ്. 200 അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ ചട്ടക്കൂടുകളും നിർമ്മിച്ചു നൽകിയത് ഇതേ ഇന്ത്യൻ കമ്പനികളാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായി ലോക്ക്ഹീഡ് മാർട്ടിന് പങ്കാളിത്തമുണ്ട്. C-130J യാത്രാ വിമാനത്തിന്റെ 200 വാലറ്റങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത്. S-92 ഹെലികോപ്റ്ററുകളുടെ 157 ക്യാബിനുകളും ഇവിടെ നിന്ന് നിർമ്മിച്ച് കയറ്റുമതി ചെയ്തു. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതോടൊപ്പം ഇന്ത്യ തദ്ദേശീയമായും നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വൻ കുതിപ്പിലാണുള്ളത്. 5 വർഷം കൊണ്ട് 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയിൽ എത്തുമെന്ന് 2020-ൽ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,083 കോടി രൂപയായിട്ടുണ്ട്. 2022-23 വർഷത്തെ അപേക്ഷിച്ച് 32.5% കൂടുതലായിരുന്നു ഇത്. ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിലേക്കും വ്യോമ പ്രതിരോധ സംവിധാനം അർമേനിയയിലേക്കും അടക്കം കയറ്റുമതി ചെയ്യാനുള്ള കരാറുകളും ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തറിയിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പരമ്പരാഗതമായ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമാർ പോലുള്ള വിപണികളും പിന്തുണ നൽകുന്നുണ്ട്. ഇസ്രായേൽ, അർമേനിയ, അമേരിക്ക എന്നിവ പോലെയുള്ള വിപണികളിലേക്ക് കയറ്റുമതിയും വലിയ തോതിൽ ഗുണം ചെയ്യും. ചെറുകിട ആയുധങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളും കാഴ്ചയ്ക്ക് സെറ്റ് സിസ്റ്റങ്ങളുമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. എന്തായാലും ചൈനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം.